വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ന്യൂ ഓപ്പണിങ്സ്, അതുപോലെ തന്നെ അപ്ഡേറ്റ്സ്, അതുകൂടാതെ പാർട്ട് ബി IQ ആൻഡ് ഓൺലൈൻ തിയറി എക്സാമിൻ്റെ ഫെയിലിയർ റേറ്റ് എന്തുകൊണ്ട് കൂടുന്നു, അതുപോലെ OSCEയുടെ ഫെയിലിയർ റേറ്റ്. അപ്പോൾ അതെങ്ങനെ ഓവർകം ചെയ്യാം, എന്ത് കാരണങ്ങൾ കൊണ്ടാകാം ഈ ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നത്, എന്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിനെ ഒന്ന് ടാക്കിൾ ചെയ്യാനും ഇതിനെ ഹാൻഡിൽ ചെയ്യാനും സാധിക്കും. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണുന്നത്. അപ്പോൾ നമുക്ക് പാർട്ട് ബിയിലെ ഫെയിലിയർ റേറ്റ് എന്തുകൊണ്ടാണ് കൂടുതൽ നോക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ പാർട്ട് എ ഒരിക്കലും മിസ് ചെയ്യരുത്. പാർട്ട് എ നന്നായിട്ട് പഠിക്കണം. മെഡിക്കേഷൻ കാൽക്കുലേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പാർട്ട് ബിയിലെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും ഇൻസഫിഷ്യൻറ്റ് നോളജ് ആണ് മെയിൻ പ്രോബ്ലം. അതായത് ന്യൂസിലാൻഡ് സ്കോപ്പ് ഓഫ് പ്രാക്ടീസ്, ന്യൂസിലാൻഡ് കൾച്ചർ, ന്യൂസിലാൻഡ് ഏഷ്യൻ പ്രാക്ടീസിനെ കുറിച്ച് അധികം ഐഡിയ ഇല്ലാതെ പോകുന്നു. അതായത് ട്രീറ്റി ഓഫ് വൈറ്റാൻഡി പ്രിൻസിപ്പിൾസ് അതെന്താണെന്ന് കൃത്യമായിട്ട് അറിയണം. അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ തിയറിറ്റിക്കൽ നോളജിലേക്ക് ഈ ക്ലിനിക്കൽ സ്കിൽസ് എല്ലാം കൂടെ കൊണ്ടുവന്ന് മെർജ് ചെയ്ത് ആ ഒരു ആൻസേഴ്സ് നമ്മൾ എഴുതുക എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ അറിയണം. അതുപോലെ OIT പോലെ തന്നെ രണ്ട് ആൻസർ വളരെയധികം ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് ഒരെണ്ണത്തിനെ എലിമിനേറ്റ് ചെയ്ത് നമ്മൾ അടുത്ത ആൻസറിലേക്ക്, റൈറ്റ് ആൻസറിലേക്ക് പോകണം. അങ്ങനെ വരുമ്പോൾ ഇതൊരു കോംപ്ലിക്കേറ്റഡ് രീതിയിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്ക് ആൻസേഴ്സ് തെറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ക്രിട്ടിക്കൽ തിങ്കിങ് നല്ല രീതിയിൽ യൂസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രാക്ടീസ് ആവശ്യമാണ്. അതായത് നിങ്ങൾ ന്യൂസിലാൻഡിനെ കുറിച്ച് കൂടുതൽ അറിയുക, ന്യൂസിലാൻഡിന്റെ സ്കോപ്പ്, പ്രാക്ടീസ്, ട്രീറ്റി ഓഫ് വൈറ്റാൻഡി, മൗറി മോഡൽ, അതൊക്കെ എന്താണ്, ലോ എന്താണ്, അതൊക്കെ നിങ്ങൾ അറിയുക. അതുപോലെ തന്നെ മാക്സിമം അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻ ന്യൂസിലാൻഡ് IQ ആ ഒരു ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് തന്നെ ഇത്ര ആഴ്ചകളിൽ നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എക്സാം ഈസി ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. പാർട്ട് ബി അപ്ഡേറ്റഡ് വേർഷൻ ആണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽസ്. OSCEയിലെ ഫെയിലിയർ റേറ്റ് കൂടുന്നുണ്ട്. OSCEയിലെ ഫെയിലിയർ റേറ്റിന്റെ കാര്യം എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. എപ്പോഴും ഓർക്കുക, ന്യൂസിലാൻഡിന്റെ ആ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് തന്നെ ഇന്റർനാഷണൽ ക്വാളിഫൈഡ് നേഴ്സസിന്റെ പ്രാക്ടീസിലും ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് അവരുടെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ എക്സാം ടഫ് ആക്കുകയൊക്കെ ചെയ്യുന്നത്. ശരിക്കും എക്സാം ടഫ് ആകുകയല്ല, അവർ ശരിക്കും ഒരു റിയൽ സിറ്റുവേഷനിൽ ഒരു നേഴ്സ്, ഒരു RN എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ആ രീതിയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് ഫെയിലിയർ റേറ്റ് കൂടാനുള്ള കാര്യം ടൈം പ്രഷർ. കാരണം 8 മിനിറ്റിനുള്ളിൽ ആ ഒരു റോൾ പ്ലേ കംപ്ലീറ്റ് ചെയ്യണം. അത് വല്ലാത്തൊരു പ്രഷർ തന്നെയാണ്. ആളുകൾ നെർവസ് ആകുമ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കണമെന്ന് തോന്നും. ഡോക്യുമെന്റേഷൻ ചില സ്റ്റേജുകളിൽ മിസ്സായി പോകുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഓർക്കുക, ഒരു റിയൽ സിറ്റുവേഷനിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമോ, ഒന്നും അഗപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് നിങ്ങളിലെ ആ ഒരു ക്ലിനിക്കൽ സ്കിൽസിനെ ന്യൂസിലാൻഡിന്റെ പ്രാക്ടീസിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ആ ഒരു രീതിയിൽ നിങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ക്ലിയർ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലിനിക്കൽ സ്കിൽസ് തന്നെ റിയൽ രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ ടൈം മാനേജ്മെന്റ്, നിങ്ങൾ OIT അതുപോലെ IELTS ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് ടൈം മാനേജ്മെന്റ് നമുക്കറിയാം. ഒരു ഇത്ര സമയത്തിനുള്ളിൽ ഒരു റോൾ പ്ലേ തന്നിട്ട് ചെയ്യാൻ നമ്മളോട് പറയും. അതുപോലെ തന്നെയാണ്. പക്ഷെ എപ്പോഴും ഓർക്കുക, അത് നമ്മൾ വെർബലാണ്, ഇവിടെ നമ്മൾ പെർഫോം ചെയ്യുകയാണ്. പക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് സാധിക്കും. കാരണം നിങ്ങളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഒരു പേഷ്യന്റ് എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് അറിയാം. അതേ രീതി തന്നെ, പക്ഷെ ന്യൂസിലാൻഡ് കൾച്ചറിന്, ന്യൂസിലാൻഡ് പ്രാക്ടീസ്, ന്യൂസിലാൻഡ് സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള രീതിയിലായിരിക്കണം നമ്മൾ പെർഫോം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മളുടെ ചില കാര്യങ്ങൾ, നമ്മൾ ചില കമ്പോണൻസ് മിസ്സായി പോകാറുണ്ട്. അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറന്നു പോകുന്നു, അല്ലെങ്കിൽ ഹാൻഡ് വാഷിംഗ് ചെയ്യേണ്ടത് വരുമ്പോൾ അതിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതല്ല, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ടൈം മാനേജ്മെന്റ് പറ്റും. അതുപോലെ തന്നെ അലർജി ഉണ്ടോ എന്ന് ചോദിക്കാൻ മറന്നു പോകുന്ന കാര്യങ്ങൾ, അതുപോലെ ഇൻഫോംഡ് കൺസെന്റ് എടുക്കാതിരിക്കുക. അപ്പോൾ ശരിക്കും ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇവരുടെ പെർമിഷൻ വേണം. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അതുപോലെ കറക്റ്റ് അസസ്മെന്റ് ഒരു ഫ്രെയിം വർക്ക് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. PQRST മോഡലൊക്കെ യൂസ് ചെയ്യണം പെയിനൊക്കെ ആണെങ്കിൽ. അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഈ എക്സാമിനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി, നമ്മളുടെ ഇൻഡിവിജ്വൽ റോൾ പ്ലേ ഓൺലൈൻ ക്ലാസ്സസ് അവൈലബിൾ ആണ്, റെഗുലർ ആൻഡ് ക്രാഷ് കോഴ്സസ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ക്രൈസ്റ്റ് ചർച്ചിൽ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സസും അവൈലബിൾ ആണ്. ന്യൂസിലാൻഡ് സ്കിൽ കണക്റ്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അവരുടെ 7 days ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ്സസ്, അതുപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സസ് വെൽ എക്യുപ്ഡ് ആണ്, നല്ല ട്രെയിനേഴ്സ് ആണ്. ശരിക്കും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു എക്സാമിന് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കോൺടാക്ട് ചെയ്യുക, ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസിലാൻഡ്
ന്യൂസിലാൻഡ് ഓപ്പണിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും നമുക്കറിയാം ബഡ്ജറ്റ് കൺസ്ട്രെയിൻസിന്റെ ഭാഗമായിട്ട് ശരിക്കും ഇവിടെ എല്ലാം തന്നെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. കറന്റ് റിക്രൂട്ട്മെന്റ്സ് ഒന്നും തന്നെ നടക്കുന്നില്ല. അതുപോലെ തന്നെ ഇൻസൈഡിലുള്ള ആളുകൾക്ക് തന്നെ ജോലിക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പക്ഷേ നമുക്കൊരു സന്തോഷ വാർത്ത എന്ന് പറയുന്ന പോലെ തന്നെ ഓസ്ട്രേലിയയിൽ ചില ഹോസ്പിറ്റലുകളിലേക്ക് ഓപ്പണിങ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം പേജിൽ എഡ്യൂറ്റൈംസ് നമ്മൾ റീസെന്റ് ഒരു റീൽസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ഹോസ്പിറ്റലിലേക്കുള്ള അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും മറ്റു കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക, അതുപോലെ യൂസ് ചെയ്യുക, അതുപോലെ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത്. അതുപോലെ തന്നെ ഓസ്കിയിലും ഐക്യൂനിലേക്ക് വന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഓർക്കുക, സ്റ്റേഷൻസ് എല്ലാം സെയിം തന്നെ, പക്ഷെ റിയൽ സിറ്റുവേഷനിലേക്ക് അവർ മാറ്റുകയാണ്. കൾച്ചറൽ സേഫ്റ്റി, ന്യൂസിലാൻഡ് സ്കോപ്പും ട്രീറ്റി ഓഫ് വൈറ്റാൻഡിയും മൗറി മോഡൽസും എല്ലാം അവർ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നും തന്നെയല്ല, എങ്കിലും എപ്പോഴും പല സിനാരിയോസിലും പല പല മാറ്റങ്ങൾ വരാറുണ്ട്. അതുപോലെ ഇപ്പം വൂണ്ടിന്റെ സ്റ്റേഷനിലാണെങ്കിൽ ഇപ്പോൾ നേരത്തെയൊക്കെ നോൺ ഇൻഫെക്റ്റഡ് വൂണ്ടായിരുന്നു, ഇപ്പം അത് ഇൻഫെക്റ്റഡ് വൂണ്ടിലേക്കുണ്ട്. അതുപോലെ ഇൻസുലിൻ അഡ്മിനിസ്ട്രേഷൻ, ഇതിപ്പോഴും ഓർക്കും, ഇത് പല രീതിയിൽ ചേഞ്ച് ചെയ്യാം. കാരണം നമ്മൾ നേഴ്സുമാരായതുകൊണ്ട് മെഡിക്കേഷൻ കൊടുക്കുന്നത് നാളെ അത് സിറപ്പ് ആകാം, നാളെ അത് പിൽസ് ആകാം, നാളെ അത് ഇഞ്ചക്ഷൻ ആകാം. അതുപോലെ പല പല ചേഞ്ചസ് വരാം. പക്ഷെ എന്ത് ചേഞ്ചസ് വന്നാലും നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുക, റിയൽ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക. അതുപോലെ ഒന്നും മഗപ്പ് ചെയ്യാതെ നല്ല രീതിയിൽ ആ ഒരു റിയൽ സിറ്റുവേഷനിൽ എങ്ങനെ നിങ്ങളുടെ സ്കിൽസ് കാണിക്കുമോ അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. പാർട്ട് ബിയിലാണെങ്കിലും കൂടുതലും അവരെ ന്യൂസിലാൻഡ് സ്കോപ്പ്, ന്യൂസിലാൻഡ് സ്റ്റാൻഡേർഡ്, ന്യൂസിലാൻഡിന്റെ കൾച്ചർ, അതെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ട് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആ കാര്യം നന്നായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എക്സാമിനും പോസ്റ്റ് ആയിക്കോട്ടെ ഐക്യൂനായിക്കോട്ടെ നിങ്ങൾക്ക് കൃത്യമായിട്ടും ന്യൂസിലാൻഡ് പ്രാക്ടീസിനെ പറ്റി അറിയണം. ന്യൂസിലാൻഡ് ലോ, അതുപോലെ കോഡ് ഓഫ് റൈറ്റ്, പ്രൈവസി ആക്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം. ഡെലിഗേഷൻ, ട്രീറ്റി ഓഫ് വൈറ്റാൻഡി, സ്കോപ്പ് ഓഫ് പ്രാക്ടീസസ്, കോമ്പിറ്റൻസി, സ്റ്റാൻഡേർഡ്സ്, അതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക. ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് എപ്പോഴും റിയൽ ടൈം പ്രാക്ടീസ് ആയിരിക്കണം. അതുപോലെ എമ്പതറ്റിക് ആയിരിക്കണം, കൾച്ചറലി സേഫ് ആയിരിക്കണം. അപ്പൊ ഇതെല്ലാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. അതുപോലെ എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾ ഇൻഫോംഡ് കൺസെന്റ്, അവരുടെ കൺസെന്റ് എടുത്തതിന് ശേഷം മാത്രം ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ എന്ത് അവർ സംസാരിക്കുന്നോ അതിനുള്ള ഒരു റെസ്പോണ്ട് പോലെ റിഫ്ലക്റ്റീവ് രീതിയായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരെ ക്വസ്റ്റ്യൻ ചെയ്യാനോ ഒന്നിനുള്ള റൈറ്റ് ഇല്ല. നിങ്ങൾക്ക് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, എമ്പതറ്റിക് ആയിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതാണ് നമുക്ക് പിന്നെയും പിന്നെയും പറയാനുള്ളത്. അതുപോലെ തന്നെ ടൈം പ്രഷർ, നിങ്ങൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടൈം അനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഒരു സിനാരിയോ തരുമ്പോൾ നിങ്ങൾക്ക് ആ ടൈം മാനേജ്മെന്റ് എഫക്റ്റീവായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ പ്രോഗ്രസ് നോട്ടുകൾ കൃത്യമായിട്ട് എഴുതുക. അതുപോലെ ഡോക്യുമെന്റേഷൻ ക്ലിയർ ആയിട്ട് ചെയ്യുക. നമുക്കറിയാം ഒരു നേഴ്സിംഗിൽ ഡോക്യുമെന്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പേഷ്യന്റിനോട് ഡീൽ ചെയ്യുന്ന രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു നേഴ്സ് നമുക്ക് ശരിക്കും ഇവിടെ ഒരു രജിസ്ട്രേഷൻ തരിക, ന്യൂസിലാൻഡിൽ ഒരു രജിസ്ട്രേഷൻ തരിക എന്നവർ ഉദ്ദേശിക്കുമ്പോൾ ഇന്റർനാഷണൽ ക്വാളിഫൈഡ് നേഴ്സ് ന്യൂസിലാൻഡ് സ്റ്റാൻഡേർഡിന് ഈക്വൽ ആണ് എന്നവർക്ക് തോന്നുമ്പോഴാണ് അവർ ഈ രജിസ്ട്രേഷൻ തരുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഒരു OSCE എന്ന് പറയുന്ന എക്സാം അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ബെസ്റ്റ് വിഷസ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.